മോർണിംഗ് നമ്മൾ ഫിസിക്സ് ആണ് എടുക്കാൻ പോണത്. ഫിസിക്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 28ാമത്തെ ചാപ്റ്റർ ആണ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടർ ഡിവൈസസ്. അപ്പോൾ നമുക്കറിയാം കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ഈ മൂന്നെണ്ണം എന്താണെന്ന് നമുക്കറിയാം ഇല്ലേ? നമ്മൾ മുന്നിൽ കേട്ടിട്ടുണ്ടാവും. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നതാണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കടത്തി വിടാത്തവരാണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഭാഗികമായിട്ട് ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയണത്? സെമി കണ്ടക്ടേഴ്സ്. ഭാഗികമായിട്ട് പാർഷ്വലി ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നവരാണ് ആര്? സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്പിലാണുള്ളത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും ഉണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം പോലെയുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അവരെ കണ്ടക്ടിവിറ്റി ഉണ്ടാക്കുക. അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സ് ആണ് എന്ത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഇവരിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. നമുക്കറിയാം എന്താണ് ഇലക്ട്രോണുകളുടെ ഒഴുക്കാണ് എന്ത്? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. ഇവിടെ എങ്ങനെയാണ് ഇവർക്ക് കണ്ടക്ടിവിറ്റി ഉണ്ടാക്കുന്നത്? പ്യുവർ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ആഡ് ചെയ്തിട്ട്. ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ ആഡ് ചെയ്യണേനെയാണ് എന്ത് പറയുക? ഡോപ്പിംഗ് എന്ന് പറയുക. സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ് ആഡ് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുക? ഡോപ്പിംഗ് എന്ന് പറയാം. ഇനി എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എന്താണ്? എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുക. അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട്, എലമെൻറ്റ്സ് അല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് കണ്ടക്ടിവിറ്റി ഉണ്ടാക്കുക. ഇതാണ് എന്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എക്സ്ട്രിൻസിക് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട്. എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട്. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രൂപ്പ് 3 എലമെൻറ്റ്സ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ വരുന്ന ഗ്രൂപ്പ് 13ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഏതെങ്കിലും എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് അവിടെ കണ്ടക്ടിവിറ്റി ഉണ്ടാക്കുക. പി ടൈപ്പിൽ. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ 15ാമത്തെ ഗ്രൂപ്പിലെ ഏതെങ്കിലും എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. സെമി കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻട്രിൻസിക് ഉണ്ട്, എക്സ്ട്രിൻസിക് ഉണ്ട്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള സിലിക്കണും ജെർമേനിയും ആഡ് ചെയ്തിട്ട് കണ്ടക്ടിവിറ്റി ഉണ്ടാക്കാം. ഇനി എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എന്താണ്? വേറെ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുക. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ചെളി മണ്ണ് എന്നുള്ള അർത്ഥത്തിലല്ല, എന്താണ്? ഇതുപോലുള്ള വേറെ എലമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ എക്സ്ട്രിൻസിക്കിൽ പിന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പി ടൈപ്പും ഉണ്ട്, എൻ ടൈപ്പും ഉണ്ട്. പി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 13ലുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് കണ്ടക്ടിവിറ്റി ഉണ്ടാക്കുക. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 15ലുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് അതിന് കണ്ടക്ടിവിറ്റി ഉണ്ടാക്കാം. ഇനി പി ടൈപ്പിലാണെങ്കിൽ ഇവിടുത്തെ ചാർജ് വാഹകർ അല്ലെങ്കിൽ എന്താണ് ചാർജ് കൊണ്ടുപോകുന്നവരെന്ന് പറയണത് ഹോൾസ് ആയിരിക്കും. എൻ ടൈപ്പിലാണെങ്കിലോ അത് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇൻട്രിൻസിക്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാട്ടോ. ഇനി പി എൻ ജംഗ്ഷൻ ഒരു പടം കാണിച്ചു തരാം. പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ പി ടൈപ്പിൽ എന്താണ്? ഹോൾസ് ആണ് കാരിയേഴ്സ്, ചാർജ് കാരിയേഴ്സ്. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയേഴ്സ്. ഈ രണ്ട് പേരും മിക്സ് ആയിട്ട് വരുന്ന ആ റീജിയനാണ് എന്ത് പറയുക? പി എൻ ജംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇതേപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കണ്ടക്ടിവിറ്റി ഉണ്ടാക്കുക. ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക? നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ പി എൻ ജംഗ്ഷനിൽ അതായത് ഒരു ടൈപ്പിൽ പി ടൈപ്പും ഒരു എൻഡിൽ പി ടൈപ്പും ഒരു എൻഡിൽ എൻ ടൈപ്പും ആയിരിക്കും ഉണ്ടായിരിക്കാം. ഈ പി ടൈപ്പ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് റീജിയനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എൻ ടൈപ്പ് എന്ന് പറയുമ്പോഴോ ബാറ്ററിയുടെ നെഗറ്റീവ് റീജിയനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്താണ്? അപ്പോൾ പി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സെമി കണ്ടക്ടർ അതിൻ്റെ ഒരു ടൈപ്പ് പി ടൈപ്പ്, ഒരെൻഡ് പി ടൈപ്പും ഒരെൻഡ് എൻ ടൈപ്പും ആയിരിക്കും. പി എന്ന് പറയണത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ടും എൻ എന്ന് പറയണത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫോർവേഡ് ബയാസിലുള്ള അതിൽ ഇങ്ങനെ കൊടുക്കുന്നതിനാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുക. അതായത്
പി പോസിറ്റീവിലേക്കും എൻ നെഗറ്റീവിലേക്കും കൊടുക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുക. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫോർവേഡ് ബയാസിലേക്ക് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആ വോൾട്ടേജ് ബാരിയേഴ്സ് റെസിസ്റ്റൻസ് കുറയ്ക്കുകയും കറണ്ട് കടത്തിവിടുകയും ചെയ്യും. സിമ്പിളാണ്. എന്താണ്? ഒരു സെമി കണ്ടക്ടർ ഒരെൻഡ് പി ടൈപ്പ് ഒരെൻഡ് എൻ ടൈപ്പാണ്. പി ടൈപ്പിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ടും എൻ ടൈപ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയാം. നമ്മൾ ഇതിലേക്ക് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ട് കറണ്ടിനെ കടത്തിവിടും. ഇനി റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ പി ടൈപ്പ്, അതായത് സെമി കണ്ടക്ടറിൻ്റെ ഒരെൻഡിലുള്ള പി ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ടും എൻ ടൈപ്പ് പോസിറ്റീവ് ടെർമിനലായിട്ടും ഫോർവേഡിൻ്റെ ഓപ്പോസിറ്റിൽ കണക്ട് ചെയ്യാം. ഇതാണ് റിവേഴ്സ് ബയാസ് എന്ന് പറയാം. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടേക്ക് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടിയിട്ട് കറണ്ട് കടത്തി വിടില്ല. ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത്. റിവേഴ്സ് ബയാസിലാവുമ്പോഴോ അവിടെ റെസിസ്റ്റൻസ് കൂടാണ്, അതുകൊണ്ട് അവിടെ കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് ഇത് വരുന്നത്, പി എൻ ജംഗ്ഷൻ്റെ കേസ് വരുന്നത്. അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ പിക്ചർ ഉണ്ട്, അത് വരയ്ക്കാനും പഠിക്കുക. ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും എങ്ങനെ വരണേന്നും കൂടെ പഠിക്കാം. ഇനി LED, ഇതിനൊക്കെ ഫുൾ ഫോം പഠിക്കണം. ലിക്വിഡ് എമിഷൻ ഡയോഡ് എന്നാണ് ഫുൾ ഫോം. ലിക്വിഡ് എമിഷൻ ഡയോഡാണ്. അപ്പോൾ LED എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് റീജിയണല്ലോ, വിസിബിൾ റീജിയണല്ലോ, ബാൻഡ് എനർജി ഉള്ള പദാർത്ഥത്തിലാണ് LED നിർമ്മിക്കുക. ഒന്നുകിൽ ഇൻഫ്രാറെഡ് അവിടെയാണ് വരുന്നത് നമ്മുടെ വൈറ്റ് ലൈറ്റിൻ്റെ, അല്ലെങ്കിൽ വിസിബിൾ അതിലുള്ള ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ LED നിർമ്മിക്കുക. ഇനി LED പ്രവർത്തന തത്വം എന്താണ്? ഇലക്ട്രോ ലൂമിനിസെൻസ്. നമ്മുടെ ഫോട്ടോ ലൂമിനിസെൻസ് അറിയില്ലേ, മിന്നാമിനിങ്ങിൻ്റെ, അതേപോലെ ഇവിടെ എന്താണ്? ഇലക്ട്രോ ലൂമിനിസെൻസ്. ഇലക്ട്രിക്കൽ ഇൻപുട്ടിന് അത് ഔട്ട്പുട്ടാക്കി മാറ്റും. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റാണ്. ഇവിടെ LED പ്രവർത്തിക്കുന്നത് ഫോർവേഡ് ബയാസിലാണ്. പി എൻ ജംഗ്ഷൻ വയ്ക്കുന്ന ഡിവൈസസുകളാണ് ഇത് കേട്ടോ. അതിലൊന്ന് LED ആണ്. LED എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇൻഫ്രാറെഡിൽ അല്ലെങ്കിൽ വിസിബിളിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നുണ്ടാവുക. ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ഇലക്ട്രോ ലൂമിനിസെൻസ് ആണ്. ഇനി എന്താണ്? ഇലക്ട്രിക്കൽ ഇൻപുട്ടിനെ ലൈറ്റ് ഔട്ട്പുട്ടാക്കി മാറ്റാണ് ചെയ്യുക. LED ഫോർവേഡ് ബയാസിലാണ് പ്രവർത്തിക്കുക. ഇനി മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഫോർവേഡ് ബയാസിൽ പ്രവർത്തിക്കുന്നു. ഇനി യൂസ് മൾട്ടിമീറ്റേഴ്സ്, ഡിജിറ്റൽ വാച്ച്, കാൽക്കുലേറ്റേഴ്സിലൊക്കെ LED ആണ്. അപ്പോൾ അത് നോക്കാം. ഇനി സോളാർ സെല്ലാണ് രണ്ടാമത്തെ ഒരു ഡിവൈസ് പി എൻ ജംഗ്ഷനിൽ വരുന്നത്. അതായത് ഈ പി എൻ ജംഗ്ഷനിൽ എത്തുന്നേക്കാളും മുന്നേ പ്രകാശം ആഗിരണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പി അല്ലെങ്കിൽ എൻ എന്ന് പറയണത് ഏതെങ്കിലും ഒരെണ്ണം ചെറുതാക്കി കൊടുക്കുന്നു. പി എൻ ജംഗ്ഷൻ ചെറുതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അത് സിമ്പിളാണ്, ഫോർവേഡ് ബയാസ് ആ സംഭവങ്ങൾ. ഇനി ഈ സോളാർ സെൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അങ്ങനെ ചെറുതാവാനുള്ള കാരണം ആ ജംഗ്ഷനിൽ എത്തുന്നേക്കാളും മുന്നേ പ്രകാശത്തെ ആഗിരണം ചെയ്യാനായിട്ട് പാടില്ല. ജംഗ്ഷനിൽ എത്തിയാലാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വളരെ ചെറുതാക്കിയിട്ട് പി എൻ ജംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഫോട്ടോ വോൾട്ടേജ് എഫക്റ്റ് ആണ് ഇതിൻ്റെ പ്രവർത്തന തത്വം. ഫോട്ടോ വോൾട്ടേജ് എഫക്റ്റ് 1 മാർക്കായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3, 4 ABC എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഒരെണ്ണമായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ സോളാർ സെല്ലിനെ കുറിച്ചിട്ട് 2 മാർക്കിന് ചോദിക്കുമ്പോഴും ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഫോട്ടോ വോൾട്ടേജ് എഫക്റ്റ് LED എന്തായിരുന്നു? ഇലക്ട്രോ ലൂമിനസെൻസ് ആണ് അതിൻ്റെ പ്രവർത്തന തത്വം. സോളാറിൻ്റെ പ്രവർത്തന തത്വം ഫോട്ടോ വോൾട്ടേജ് എഫക്റ്റ് ആണ്. സോളാർ എനർജീനെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റും. അവിടെ എന്തായിരുന്നു? ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജി ആക്കിയിട്ട് മാറ്റും. യൂസ് സാറ്റലൈറ്റ്സ് ടു പവർ സിസ്റ്റം ടു ചേഞ്ച് ബാറ്ററി, കാൽക്കുലേറ്റേഴ്സ്, അതൊക്കെയാണ് നമ്മുടെ സോളാർ സെല്ല്. ആണ് മെയിനായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. സെമി കണ്ടക്ടേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്, എക്സ്ട്രിൻസിക് എത്ര ടൈപ്പ് ഉണ്ട്, പിന്നെ പി എൻ ജംഗ്ഷനിലെ ഫോർവേഡും റിവേഴ്സ് ബയാസുകൾ, അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സോളാർ സെല്ലും LED-യും. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ സോളാർ സെല്ലും LED നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ സംഭവങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പഠിക്കാം. പിക്ചർ വരും, അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കാം. താങ്ക്
സെമി കണ്ടക്ടേഴ്സിലെ PN ജംഗ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് P റീജിയൻ, ഇത് N റീജിയൻ. P റീജിയൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് വെച്ചിട്ട് ഡോപ്പിംഗ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഹോൾസ് ആണ് ചാർജ് ക്യാരിയേഴ്സ് ആവുക. N റീജിയൻ എന്ന് പറയുമ്പോഴോ ഇവിടെ ഇലക്ട്രോൺസ് ആണ് ചാർജ് ക്യാരിയേഴ്സ്. 15th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് വെച്ചിട്ട് ഡോപ്പിംഗ് നടത്തുന്നത്. അപ്പോൾ രണ്ടും കൂടെ വരുന്ന PN ജംഗ്ഷൻ.